എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹാച്ച് എന്ന് പറഞ്ഞൊരു ടൂളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഹാച്ചിൻ്റെ കംപ്ലീറ്റ് ഓപ്ഷൻസ് ഇതിലിപ്പോൾ കവർ ചെയ്യുന്നില്ല. അടുത്തൊരു വീഡിയോയും കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഓട്ടോകാഡിൽ നമുക്ക് ഹാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഹാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്ന് തോന്നുന്നു. ഹാച്ചിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു ക്രോസ് സെക്ഷൻ, ഒരു കട്ട് സെക്ഷനൊക്കെ നമുക്ക് ഹാച്ച് ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു എലിവേഷനൊക്കെ വരയ്ക്കുന്ന സമയത്ത് വെച്ചാൽ നമുക്കൊരു ബ്രിക്കിൻ്റെ ഒരു പാറ്റേൺ കൊടുക്കാനൊക്കെ ആയിട്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു പാറ്റേൺസ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഹാച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാച്ചിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് H ആണ്. നമുക്ക് ഡ്രോയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഹാച്ച് എന്ന് പറഞ്ഞൊരു ടൂൾ ഇവിടെ കാണാം. അതല്ലെങ്കിൽ നമുക്കിവിടെ ഹാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, H ആണ് അതിൻ്റെ ഒരു ഷോർട്ട് കീ. അപ്പോൾ ഹാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാച്ച് പ്ലേസ് ചെയ്യാനുള്ളൊരു ബൗണ്ടറി വേണം. അപ്പോൾ അതിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇവിടെ കുറച്ച് ബൗണ്ടറി ആദ്യം സ്കെച്ച് ചെയ്യണം. സോ അപ്പോൾ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഞാനിവിടെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അഗെയിൻ നെക്സ്റ്റ് ഞാനിവിടെ ഒരു സർക്കിൾ സ്കെച്ച് ചെയ്യുന്നു. ഇനി എനിക്ക് വേണ്ട ഒരു ബൗണ്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു 1-2 ലൈൻസ് വരച്ചൊക്കെയാണ്. ഓക്കെ, ഇവിടെ ഒരു ആർക്കും ഞാൻ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു 2-3 ബൗണ്ടറി നമുക്കിവിടെ നിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ചിലപ്പോൾ എനിക്ക് ഈ ഒരു ഏരിയ ആയിരിക്കും എനിക്ക് ഹാച്ച് ചെയ്യേണ്ടി വരാം, അതല്ലെങ്കിൽ ഈ ഒരു ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ആയിരിക്കും. അപ്പം നമ്മൾ ഹാച്ച് എന്ന് പറഞ്ഞൊരു കമാൻഡ് എടുക്കുകയാണ്. H എൻ്റർ ചെയ്തു. ഹാച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഹാച്ചിൻ്റെ ഒരു ടൂൾ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ബൗണ്ടറി സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൗണ്ടറി സെലക്ട് ചെയ്യാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് പിക്ക് പോയിൻറ്റ്സ് ഉണ്ട്, പിന്നെ സെലക്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പിക്ക് പോയിൻറ്റിൻ്റെ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഏരിയ മാത്രമായിട്ട് നമുക്ക് എന്താ പറയുക ഹാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ക് പോയിൻ്റ് വഴി മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, സെലക്ട് ഒബ്ജക്ട്സ് ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിനുള്ളിലാണ് ഹാച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ക് പോയിൻറ്റ്, ഇതിനുള്ളിലാണെങ്കിൽ നമുക്ക് പിക്ക് പോയിൻ്റ് തന്നെ യൂസ് ചെയ്യണം. ഇത് പിക്ക് പോയിൻറ്റും യൂസ് ചെയ്യാം, സെലക്ട് ഒബ്ജക്ട്സും യൂസ് ചെയ്യാം. ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് ഒബ്ജക്റ്റ് എടുത്തു, ഞാൻ കണ്ടോ ഇതിനെ സെലക്ട് ചെയ്തു, ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തു. അതേസമയം ഞാൻ ഇത് സെലക്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് 2 ഞാൻ സെലക്ട് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ടില്ല. ഇനി ഞാൻ ഈ ഒരു സർക്കിളും കൂടി സെലക്ട് ചെയ്യണം. അപ്പോൾ വരുന്നുണ്ടോ, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരി കറക്റ്റായിട്ട് നമുക്കതിൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്താ പറയുക ഈ ഒരു പർട്ടിക്കുലർ ക്ലോസ്ഡ് റീജിയനിൽ മാത്രമായിട്ട് നമുക്ക് ഹാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, പിക്ക് പോയിൻ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. അതല്ല ഓൾറെഡി ഇങ്ങനത്തെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു ഏരിയ ആണ്, ഒരു സിംഗിൾ സെലക്ഷനൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സെലക്ട് ഒബ്ജക്ട്സും യൂസ് ചെയ്യാം. ഇപ്പോൾ ബെറ്റർ നമുക്ക് ഇത് ചൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പിക്ക് പോയിൻ്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ എനിക്കിതിൻ്റെ ഈ ഒരു മേജർ ഏരിയയിൽ മാത്രമായിട്ട് ഹാച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഹാച്ച് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ പിക്ക് ചെയ്താൽ മതി. കേട്ടോ, ഓക്കെ. അതേസമയം ഞാനിവിടെ സെലക്ട് ഒബ്ജക്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സർക്കിൾ മാത്രം സെലക്ട് ചെയ്യണം. അപ്പോൾ സർക്കിൾ മാത്രമേ സെലക്ഷൻ ആയിട്ടുള്ളൂ ഇപ്പോൾ. ഓക്കെ, ഈ ലൈൻ സെലക്ഷൻ ആയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇവിടെ ഹാച്ച് എന്ന് പറഞ്ഞൊരു കമാൻഡ് H എൻ്റർ ചെയ്തെടുത്തു. ഇവിടെ പിക്ക് പോയിൻ്റ് എന്നൊരു ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ബൗണ്ടറിയുടെ ഇന്നറിൽ നമ്മൾ പിക്ക് ചെയ്തു. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പാറ്റേൺ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പാറ്റേൺ ചൂസ് ചെയ്യാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നോക്കിയാൽ കണ്ടോ, ഇവിടെ നമുക്ക് കുറേ ടൈപ്സ് ഉണ്ട്. ഒന്ന് ഇവിടെ പാറ്റേൺ ഉണ്ട്, പിന്നെ സോളിഡ് ഉണ്ട്, ദെൻ ഗ്രേഡിയൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഉണ്ട്. ഓക്കെ, യൂസർക്ക് ഡിഫൈൻ ചെയ്യാവുന്ന ടൈപ്പ്. ഇങ്ങനെ മെയിനായിട്ട് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു 4 ടൈപ്പ് നമുക്കിവിടെ വരുന്നുണ്ട്. അതായത് ഒന്ന് പാറ്റേൺ, പിന്നെ സോളിഡ്, ഗ്രേഡിയൻ്റ്, യൂസർ ഡിഫൈൻഡ്. അപ്പോൾ ഇതിൽ നമുക്ക് നോർമൽ കേസിൽ നമുക്ക് എല്ലാ പാറ്റേൺസും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. മറ്റേ ജസ്റ്റ് ഒരു സോളിഡ് ഫിൽ ചെയ്യാനായിട്ട്. ഈവൺ നമ്മൾ പാറ്റേൺ എടുത്താൽ തന്നെയും അതിലുണ്ടൊരു സോളിഡ് ഫില്ലുണ്ട്. ഓക്കെ, ഇനി പാറ്റേണിൽ നമുക്ക് ഏത് പാറ്റേണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രോസ് സെക്ഷൻ ഹാച്ചിങ്ങിനൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ANSI 31 32 അങ്ങനത്തെ എന്തെങ്കിലും ഇതൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്യാം. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ട് ഇത്രയും പാറ്റേൺസ് ഉണ്ട്, ഒത്തിരി പാറ്റേൺസ് ഇവിടെ കാണുന്നുണ്ട്. ഉണ്ടോ, ഇതിപ്പോൾ കോൺക്രീറ്റ് പാറ്റേണൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ബ്രിക്കിൻ്റെ പാറ്റേൺസൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒത്തിരി ടൈപ്സ് പാറ്റേൺസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ANSI 31 എന്ന് പറഞ്ഞൊരു പാറ്റേൺ ഇവിടെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ കേസിലും നമ്മൾ ഇതുപോലെ ഹാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വിസിബിൾ ആയിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ ചൂസ് ചെയ്താലും നമുക്ക് വിസിബിൾ ആവുന്നത് കൊണ്ട് ഈ സോളിഡ് ഫിൽ ചെയ്ത പോലെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പാറ്റേൺ ചൂസ് ചെയ്തു. ഇനി ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാം കേട്ടോ.
ഇവിടെ നമുക്ക് ഹാച്ച് പാറ്റേൺ സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹാച്ച് പാറ്റേൺ സ്കെയിൽ നിങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ വാല്യൂ എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിപ്പോൾ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേണിൻ്റെ കണ്ടോ ഈ ഒരു അഡ്ജസൻറ്റ് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് കുറയ്ക്കണമെങ്കിൽ അതനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റേണിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആംഗിൾ. ചില കേസിൽ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആംഗിൾ ഇതിലിപ്പോൾ ഓൾറെഡി ആൻസി 31 ആയതുകൊണ്ട് ഇതിപ്പോൾ ഒരു 45 ഡിഗ്രിയിലാണ് വരുന്നത്. അതല്ലാതെ എനിക്കിപ്പോൾ പർട്ടിക്കുലർ ആംഗിൾ റൊട്ടേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആംഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആംഗിൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ വാല്യൂ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ ഇപ്പോൾ സപ്പോസ് ഒരു 45 ഞാൻ എൻ്റർ ചെയ്യുന്ന വെച്ചോളൂ. 45 എൻ്റർ ചെയ്തു. ഇപ്പോൾ 45 എൻ്റർ ചെയ്തപ്പോൾ വന്നോണ്ടോ ലൈൻ കണ്ടിരിക്കുന്നത്, ലൈൻ എങ്ങനെ വന്നിരിക്കുന്നത് 90 ഡിഗ്രിയിൽ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ ഒരു ആംഗിൾ 45-ലാണിത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അഗൈൻ അതിൻ്റെ കൂടെ ഒരു 45 ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എത്ര ആംഗിളിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്കിവിടെ ആംഗിൾ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഏറ്റവും മിനിമം നമുക്ക് ഹാച്ച് ചെയ്യാനായിട്ട് ഇത്രയും പാരാമീറ്റേഴ്സ് എന്തായാലും നമ്മളിതിൽ കൊടുക്കണം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ക്ലോസ് ഹാച്ച് ക്രിയേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അതായത് ആദ്യം നമുക്കൊരു ബൗണ്ടറി ഉണ്ടായിരിക്കണം, ദെൻ നമുക്ക് ഹാച്ച് എടുക്കാം. അപ്പോൾ ഹാച്ചിൽ നിങ്ങൾക്ക് ആദ്യം ഒന്നുകിൽ നിങ്ങൾക്ക് ബൗണ്ടറി പിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാറ്റേൺ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനതിൽ പിക്ക് പോയിൻ്റ് പറഞ്ഞു, ഇതിൻ്റെ ഇന്നറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. എനിക്ക് ആവശ്യമുള്ളൊരു പാറ്റേൺ ഞാനിവിടെ ചൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പാറ്റേൺ ചൂസ് ചെയ്തു. കണ്ടോ, ഈ ഒരു പാറ്റേൺ ചൂസ് ചെയ്തപ്പോൾ കണ്ടോ ഈ ബ്രിക്കാണ് ഞാൻ ചൂസ് ചെയ്തത്, പക്ഷേ വന്നിരിക്കുന്ന ഒരു ലൈൻ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞ സ്കെയിലായിരിക്കും. അപ്പോൾ സ്കെയിൽ ഇപ്പോൾ ഞാനത് കൂട്ടി നോക്കി അല്ലേ, കുറച്ചും കൂടി ഔട്ട് ആവണം ചെയ്യുന്നത്, കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കെയിൽ നമ്മൾ കുറച്ച് നോക്കുക. അഗെയിൻ ഇതിൻ്റെ ആംഗിൾ നമുക്ക് എത്ര വേണം എന്നുള്ളത് നമ്മൾ കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ 0 ഡിഗ്രി കൊടുത്തു. അഗെയിൻ നമുക്ക് ജസ്റ്റ് ഉണ്ടോ ഇതിൻ്റെ വാല്യൂസ് നമുക്കൊന്നുകൂടി ഒന്ന് കുറച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് അതിൽ വാല്യൂ വേണ്ടത് വെച്ചാൽ, അപ്പോൾ ചില കേസിൽ നമ്മൾ വളരെയധികം വാല്യൂ കുറയ്ക്കേണ്ടതായിട്ട് വരും, ചില കേസിൽ നമുക്ക് ഒത്തിരി വാല്യൂ കൂട്ടേണ്ടതായിട്ട് വരും. അത് ഡിപ്പെൻസ് നമ്മുടെ ഷീറ്റിൻ്റെ സൈസിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു എലിവേഷനൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രിക്ക് പാറ്റേണൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു യൂസ് വരുന്നത്, ഈ ഒരു പാറ്റേണിൻ്റെയൊക്കെ യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏത് പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം, സ്കെയിൽ ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ ആംഗിൾ ചേഞ്ച് ചെയ്യാം. ദെൻ നമ്മൾ ആദ്യം ബൗണ്ടറി ചൂസ് ചെയ്തു. ഇനി നമുക്കിതിൽ 1-2 ഓപ്ഷൻസും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇനി ഹാച്ചിൽ അടുത്തത് ഞാൻ വേറെ 1-2 ഓപ്ഷൻ കൂടി അവിടെ ചൂസ് ചെയ്യണം. ഇപ്പോൾ അതിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേ സെയിം പാറ്റേൺ തന്നെ ചൂസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് വേണമെങ്കിൽ ഒരു കളർ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഹാച്ച് കളറുണ്ട്. ഹാച്ച് കളർ എടുത്തിട്ട് നമുക്ക് ഏത് കളർ വേണമെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കളറാണെങ്കിൽ ഈ ഒരു കളർ ഞാൻ അവിടെ ചൂസ് ചെയ്തു. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് ഒരു കളറിൻ്റെ ഓപ്ഷൻ കൂടിയും കാണാൻ പറ്റും. ദാറ്റ് മീൻസ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്രിക്കിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ കളറിൽ. ഇതല്ലാതെ ഈ ഒരു റെക്റ്റാങ്കിൾ ബൗണ്ടറി ഉണ്ടല്ലോ, അതിൽ നമുക്ക് വേറെ ഏതെങ്കിലും കളർ ഫില്ല് ചെയ്യാം. അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരാം. അപ്പോൾ അതിന് നമുക്കൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു കളറും കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ ഒരു വൈറ്റ് കൊടുത്തു. അപ്പോൾ ഒന്ന് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റേണിൻ്റെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അടുത്തത് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും നമുക്കിതുപോലെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കളർ കൊടുക്കാം. രണ്ട് രീതിയിൽ നമുക്കിതിന് കളർ കൊടുക്കാം. ജസ്റ്റ് ഞാനത് ക്ലോസ് ചെയ്തു. ഇനി വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാച്ചിൽ തന്നെ ഇപ്പോൾ ചില കേസസിൽ നമുക്ക് ഇതുപോലെ എന്താ പറയുക ഒത്തിരി ബൗണ്ടറീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഹാച്ച് എടുത്തു. ഹാച്ച് എടുത്തതിന് ശേഷം ഇപ്പോൾ ഇതെല്ലാം സെലക്ട് ചെയ്യാനായിട്ട് ഓരോന്നിലും പോയിട്ട് പിക്ക് ചെയ്യണമെന്നില്ല. ഈ കേസിൽ എനിക്ക് വേണമെങ്കിൽ സെലക്ട് എടുത്തിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്രോസിങ്ങിൻ്റെ കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ ലെയർ വേണമെങ്കിൽ കൊടുക്കാം. വൈറ്റ് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ നണ്ണ് കൊടുക്കാം. ഓക്കെ, നണ്ണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കളർ പോയിക്കോളും. ഇനി ഇതിന് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ബൈ ലെയർ കൊടുത്താൽ മതി പാറ്റേണിന്. ഇനി ഇതിൽ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. പക്ഷേ സെലക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സർക്കിളിൽ എനിക്ക് ഹാച്ചിങ് വേണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് നമ്മൾ പിക്ക് പോയിൻ്റ് സെലക്ട് ഒബ്ജക്റ്റ് എടുത്തിട്ട് നമ്മളൊരു ബൗണ്ടറി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റിമൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് നമ്മൾ അറിയാതെ പിക്ക് ചെയ്തതായിരിക്കാം. മേ ബി അതിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് എടുക്കുക. ജസ്റ്റ് ഈ ഒരു ബൗണ്ടറി സെലക്ട് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇത് രണ്ടും എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അറിയാതെ ഞാൻ പിക്ക് ചെയ്തപ്പോൾ ഇതും കൂടിയും പോയി. അപ്പോൾ എനിക്കിതിനെ വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും സെലക്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതാണ് അതിൽ നമുക്ക് ഈ പറഞ്ഞ റിമൂവ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ.
ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന ഈ പറഞ്ഞ ഒരു 3 ഓപ്ഷൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ നോക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു, ഇവിടെയും ഞാനൊരു സർക്കിൾ വരച്ചു, ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചു, കുറച്ച് സർക്കിൾസ് വരച്ചു. ഇനി ഇവിടെ ഹാച്ച് എടുത്തു. അപ്പോൾ ഹാച്ച് എടുത്തപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പാറ്റേൺ, ഓക്കെ, ഈ ഒരു പാറ്റേൺ സെലക്ട് ചെയ്തു, ഇതെല്ലാം സെലക്ട് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പാറ്റേൺ സെലക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതായത് ഞാൻ 4 ബൗണ്ടറിയിലാണ് ഹാച്ച് ചെയ്തത്, പക്ഷേ ഇപ്പോൾ ഈ ഹാച്ചിൻ്റെ പാറ്റേൺ കണ്ടോ, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതൊരു സിംഗിൾ സെലക്ഷനായിട്ട് വരുന്നത്, അല്ലാതെ ഇതൊരു സെപ്പറേറ്റ് സെലക്ഷൻ അല്ല, ഓരോന്നും ഓരോരോ സെപ്പറേറ്റ് സെലക്ഷൻ അല്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെലക്ഷൻ അല്ല. അപ്പോൾ അങ്ങനെ വരാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത് ഹാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് സെപ്പറേറ്റ് ഹാച്ചസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഹാച്ചിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം ഹാച്ച് ചെയ്താലായിരിക്കും അത് കറക്റ്റായിട്ട് നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ ക്രിയേറ്റ് സെപ്പറേറ്റ് ഹാച്ചസ് കൊടുക്കാനായിട്ട് നമ്മൾ ഹാച്ചിൽ ആദ്യം ഞാൻ ഈ പറഞ്ഞ ബൗണ്ടറീസൊക്കെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഓപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം കേട്ടോ. ഈ ഓപ്ഷൻസിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്രിയേറ്റ് സെപ്പറേറ്റ് ഹാച്ചസ് ഇത് ചൂസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ സെലക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതൊരു സെപ്പറേറ്റ് ഹാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് കണ്ടോ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി നിങ്ങൾ ചോദിക്കാം എന്തിനാണ് ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് അതിൻ്റെ ആവശ്യം വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് എനിക്ക് വൺസ് ഞാനിത് 4 ഒരു പാറ്റേൺ ചെയ്തു, അതിനുശേഷം എനിക്ക് ഈ ഒരു പാറ്റേൺ മാത്രമായിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാച്ചിനെ എഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഹാച്ച് ക്രിയേറ്റ് ചെയ്തു. ഹാച്ചിനെ എഡിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി, ഇവിടെ എഡിറ്റിംഗ് വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാത്തൊക്കെ ഉണ്ട്, മോഡിഫൈയിൽ പോയിട്ട് ഒബ്ജക്റ്റിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ ഹാച്ചിന് എടുക്കാം. അതിനുശേഷം ആ ഒരു പാറ്റേൺ സെലക്ട് ചെയ്യാം. പാറ്റേൺ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ സെലക്ട് ചെയ്യണം. ഈ ബ്ലാങ്ക് ഏരിയയിൽ പിക്ക് ചെയ്തിട്ട് കാര്യമില്ല, ജസ്റ്റ് പിക്ക് ചെയ്യാം, ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഹാച്ച് എഡിറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു വിൻഡോ കിട്ടും. ഓക്കെ, ഈ വിൻഡോ നമുക്ക് ഈ പറഞ്ഞ പാറ്റേണിലും കിട്ടും കേട്ടോ. അതായത് ഹാച്ച് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴും നമുക്കിതിൽ കിട്ടും. ഞാനതിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ ഒരു കോർണറിലായിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഹാച്ച് എടുത്തിട്ട് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ കണ്ടോ, ഈ മാച്ച് പ്രോപ്പർട്ടീസിൻ്റെ താഴെയായിട്ട് ഇവിടെ കാണാം, ഇതിനെ ഈ പറയുക ഹാച്ച് സെറ്റിങ്സ് ആണ്. ഇതെടുത്താലും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തത് തൊട്ട് മുൻപ് ചെയ്ത മീൻസ് എന്താ പറയുക, പാനൽ പോലെ പകരം റിബൺ പോലെ അല്ലാതെ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ഒരു വിൻഡോയിലും വേണമെങ്കിൽ ഹാച്ച് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെയും ചൂസ് ചെയ്യാവുന്നു. ഇത് പഴയ വേർഷനിലൊക്കെ ഇങ്ങനെയായിരിക്കും, പുതിയതായപ്പോഴാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഹാച്ചസ് കൊടുക്കേണ്ട ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞത് എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ദെൻ എഡിറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ മാറ്റണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പാറ്റേൺ മാറ്റാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേണാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഫില്ല് ചെയ്ത പോലെ വന്നിരിക്കുന്നത്? അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ സ്കെയിലായിരിക്കാം. അപ്പോൾ ആ ഒരു കേസിൽ ചിലപ്പോൾ നമ്മൾ സ്കെയിൽ ചിലപ്പോൾ കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ നമ്മൾ സ്കെയിൽ കുറച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഞാനിവിടെ ഒരു 1 ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ 4 ടൈപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഏത് പാറ്റേണിൻ്റെ സ്കെയിൽ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് പാറ്റേൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചേഞ്ച് ചെയ്യാം. അതിനാണ് നമ്മളിവിടെ എഡിറ്റ് ചെയ്തത്. ഇനി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് ഹാച്ചസ് വെച്ചിട്ടാണ് ചെയ്തത്. ഇതിന് പകരം കണ്ടോ, ഇതിപ്പോൾ നമ്മളൊരു സിംഗിൾ സെലക്ഷനാണ് വരുന്നത്, കാരണം സെപ്പറേറ്റ് ഹാച്ചസ് നമ്മൾ ടിക്ക് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എളുപ്പമാണ്, കാരണം ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ 4 സർക്കിളൊക്കെ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചില കേസസിൽ നമ്മൾ ഒരു ഡ്രോയിങ്ങിൻ്റെ പല ഏരിയാസിലായിരിക്കും അറ്റ് എ ടൈം നമ്മൾ ഹാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എഡിറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ വീണ്ടും ഈ ഓപ്ഷൻസിൽ പോയിട്ട് നമുക്കിവിടെ സെപ്പറേറ്റ് ഹാച്ചസ് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഉണ്ടോ, ഇത് വീണ്ടും സെപ്പറേറ്റ് ഹാച്ചസ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹാച്ചിനെ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും ഏരിയയാണ് ഹാച്ചിൻ്റെ കവർ ചെയ്യുന്നുള്ളൂ. വെരി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഹാച്ചിൻ്റെ ബാക്കിയുള്ള ഏരിയാസ് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.